Malayalam.Ennemcien. Welcome to Plus One Exam Package, Part 7. First question. The graphs given below show variation of mechanical energy with height above the ground. Identify OC, AB, and AC. 3 ഗ്രാഫുണ്ട്. OC, AB, AC. ഇത് ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ട് പോകുന്ന എറിയുന്ന കല്ലിൻ്റെ ഹൈറ്റാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ. എക്സ് ഫ്രം ദി ഗ്രൗണ്ട്. മുകളിലോട്ട് വെർട്ടിക്കൽ ആക്സിസിൽ എനർജി പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ എറിയുന്ന സമയത്ത് ഗ്രൗണ്ടിൽ വെച്ച് എക്സ് ഹൈറ്റ് ചെല്ലുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgx. അത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് mg ഇൻറ്റു എക്സ്, എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്, ഫസ്റ്റ് പവർ ഇക്വേഷൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് ദിസ് പൊട്ടൻഷ്യൽ എനർജി. ഹയസ്റ്റ് പോയിന്റ് ചെല്ലുമ്പം ടോട്ടൽ എനർജി mgh. എങ്കിൽ എക്സ് ഹൈറ്റ് ചെല്ലുമ്പോൾ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി mgx എങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ കൈനറ്റിക് എനർജി mgh മൈനസ് mgx. അതും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എറിയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ഗ്രൗണ്ട് ലെവലിലാണ്. മുകളിലോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ എനർജി ലീനിയറായിട്ട് കൂടും, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കൂടും. അപ്പോൾ ഇതിൽ OC എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെ കാണിക്കുന്ന ഗ്രാഫാണ്. h ഹൈറ്റ് ചെല്ലുമ്പം പൊട്ടൻഷ്യൽ എനർജി mgh മാക്സിമം ആകും. എറിയുന്ന സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമമാണ്. മുകളിലോട്ട് പോകുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ AB എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. mgh മൈനസ് mgx. സ്ലോപ്പ് അവിടെ മൈനസ് mg നെഗറ്റീവ് സ്ലോപ്പാണ്. ആ നെഗറ്റീവ് സ്ലോപ്പാന്നല്ലേ ഇത്, കണ്ടില്ലേ? ടോട്ടൽ എനർജി sum of kinetic energy and potential energy, that is always a constant which is equal to mgh. അപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് എന്ന് കാണിക്കുന്നത് ഇവിടെ AC ആണ്. അപ്പോൾ AC ചുരുക്കത്തിൽ OC റെപ്രസെൻറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ, AB റെപ്രസെൻറ്റ്സ് കൈനറ്റിക് എനർജി വേരിയേഷൻ, AC റെപ്രസെൻറ്റ്സ് ടോട്ടൽ എനർജി. ഇതാണ് ഇതിൻ്റെ മീനിങ്. അനദർ വൺ. 3 ഫോഴ്സസ് വെക്ടർ F1 ഈക്വൽസ് 3i മൈനസ് 2j പ്ലസ് 5k. F2 വെക്ടർ F2 ഈക്വൽസ് 6i പ്ലസ് 4j മൈനസ് 2k. ആൻഡ് വെക്ടർ F3 ഈക്വൽസ് ai പ്ലസ് bj പ്ലസ് ck are in equilibrium. Find the values of A, B and C. Vector force F1 is 3i minus 2j plus 5k. F2 is 6i plus 4j minus 2k. And F3 is ai പ്ലസ് bj പ്ലസ് ck. 3 ഫോഴ്സ്. എത്ര ഫോഴ്സ് ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിലും അതിലൊരു ഫോഴ്സ് ഒഴിച്ച് അതിലേതൊരു ഫോഴ്സ് എടുത്താലും ബാക്കി എല്ലാ ഫോഴ്സസിൻ്റെയും ഇക്വിലിബ്രാൻഡാണ്. ബാക്കി എല്ലാ ഫോഴ്സും കൂടെ ചേർന്നുണ്ടാക്കുന്ന റിസൾട്ടൻറ്റിനെ ഇത് വേണം ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ഫോഴ്സാണ്. ഇതിൽ 2 റിസൾട്ടൻ്റ്
മൂന്നാമത്തെ ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. അതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ F1-ൻ്റെ F2-ൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കണം മൂന്നാമത്തെ ഫോഴ്സ്. മാത്രമല്ല ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം, എങ്കിലേ ഇക്വിലിബ്രിയത്തിൽ വരത്തുള്ളൂ. രണ്ട് F1-ഉം F2-ഉം കൂടെ ചേർന്ന ഒരു സിംഗിൾ ഫോഴ്സ് കിട്ടും, ദാറ്റ് ഈസ് റിസൾട്ടൻറ്റ്. അതെത്രയാണോ അത്രയും തന്നെ ആയിരിക്കണം മൂന്നാമത്തെ ഫോഴ്സ്. മൂന്നാമത്തെ ഫോഴ്സ് അപ്പോൾ ഇക്വിലിബ്രാൻഡാണ്. ഇക്വിലിബ്രാൻഡ് ആൻഡ് റിസൾട്ടൻ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഈ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ F1-ൻ്റെ F2-ൻ്റെയും കൂടെ വെക്റ്റർ ഫോമിൽ തന്നാൽ റിസൾട്ടൻ്റ് കാണാൻ വെറുതെ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് F1 ആൻഡ് F2 എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 ആണ്. ദാറ്റ് ഷുഡ് ബി ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ദിസ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് F3. F3 അവിടെ ഇക്വിലിബ്രാൻഡ്, ഇത് റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഇക്വിലിബ്രാൻഡ്. അപ്പോൾ F1 പ്ലസ് F2 കാണാം. 6 പ്ലസ് 3 9 ആയി. 3 ആയി. minus 2j plus 4j, that is 2j minus 5 plus 2, minus 2 plus 5, 3k. അപ്പോൾ F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ 9i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് റിസൾട്ടൻ്റ്. മൂന്നാമത്തെ ഫോഴ്സ് ഇവിടെ AI പ്ലസ് BJ പ്ലസ് CK. റിസൾട്ടൻ്റ് ഇക്വിലിബ്രാൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ ദിസ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ്. കമ്പയർ ചെയ്യാം. ഇവിടുന്ന് -a എന്ന് പറഞ്ഞാൽ 9. ഐയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം, ജെയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം, കെയുടെ കോഎഫിഷ്യൻ. ഇവിടത്തെ A ഈക്വൽസ് -9. അതുപോലെ -b എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പം B ഈക്വൽസ് -2 ആൻഡ് C ഈക്വൽസ് -3. ക്വൈറ്റ് സിമ്പിൾ. അടുത്ത ചോദ്യം. എ റെക്ടാങ്കുലർ ബ്ലോക്ക് റെസ്റ്റിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്ലോർ ഹാസ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നീളം, വീതി, പൊക്കം. 3 മീറ്റർ ഇൻറ്റു എന്ന് പറയുമ്പോൾ വായിക്കുന്നത് ബൈ എന്നാണ്. 3 മീറ്റർ ബൈ 2 മീറ്റർ ബൈ 1 മീറ്റർ. 3 മീറ്റർ നീളം, 2 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ളൊരു റെക്ടാങ്കുലർ ബ്ലോക്ക്. 3 men try to move the block on the floor. Choose the correct statement given below. Give your reason. ഒന്നാമത്തെ ചോയ്സ്. The men have to exert maximum force when 3 meter by 2 meter face of the block is in contact with the floor. 3 മീറ്റർ 3/2 3 മീറ്ററും 2 മീറ്റർ നീളവും വീതിയുള്ള ഫേസ് ഗ്രൗണ്ട് ഫ്ലോറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഈ 3 ആൾക്കാർ പ്രയോഗിക്കേണ്ടതിനെ മൂവ് ചെയ്യിക്കാൻ. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നോ ഫേസ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. ആ ബ്ലോക്ക് ഏത് ഫേസ് നിലത്ത് മുട്ടിക്കിടന്നാലും നിരക്ക് നീക്കാൻ ഒരേ ഫോഴ്സ് മതി. പ്രത്യേക ഫേസ് കോണ്ടാക്റ്റ് വന്നുകൊണ്ട് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലേതാണ് ശരി? രണ്ടാമത്തേതാണ് ശരി. ഇവിടെ നീക്കുന്നതിന് ആവശ്യമായ ഫോഴ്സ് ഫ്രിക്ഷനെതിരെയാണ് പ്രയോഗിക്കേണ്ടത്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വെയ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കോണ്ടാക്റ്റ് ഏരിയ ആയിട്ടൊരു ബന്ധവും ഇല്ല ഫ്രിക്ഷന്. ആ വസ്തുവിൻ്റെ വെയ്റ്റ് μs/mg. ഫ്രിക്ഷൻ ഈക്വൽസ് μs ഇൻറ്റു mg. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് μs. mg എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയ്റ്റ്. അപ്പോൾ ഈ ഏരിയ അവിടെ വരുന്നില്ല. ഏരിയ ഏത് ഫേസ് ഏത് ഏരിയ ആയാലും വെയ്റ്റ് നോർമൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണോ, ഫ്രിക്ഷനും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ രണ്ടാമത്തതാണ് ആൻസർ. അപ്പോൾ റീസൺ ഈസ് ഫ്രിക്ഷൻ
is independent of, friction between the block and the floor is independent of contact area. It depends only on weight of the block. That's the answer. Another one. A force of 10 Newton is acting at 30 degree, 30, with the direction of the x-axis. Express the force in vector form. 10 ന്യൂട്ടൺ ഫോഴ്സ് എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി ആംഗിളിൽ അപ്ലൈ ചെയ്യുന്നു എങ്കിൽ ഇത് വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഈ ഫിഗർ വരയ്ക്കുക, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇതിൻ്റെ കമ്പോണൻസ് എടുക്കണം. ഇങ്ങോട്ട് ഇതിൻ്റെ കമ്പോണൻ്റ് എത്ര? 10 ഇൻറ്റു കോസ് 30. വൈ കമ്പോണൻറ്റ് 10 ഇൻറ്റു സൈൻ 30. എക്സ് കമ്പോണൻറ്റ് എഫ് എക്സ് എന്നിരിക്കട്ടെ. അപ്പോൾ ചുരുക്കത്തെ എഫ് എക്സ് ഈസ് 10 കോസ് 30. കോസ് 30 ഈസ് √3/2. ചുരുക്കത്തിൽ 5√3 ന്യൂട്ടൺ എന്ന് വരും. വൈ കമ്പോണൻറ്റ് എഫ് വൈ ഈക്വൽസ് 10 സൈൻ 30. സൈൻ 30 ഈസ് 1/2, സോ ഇറ്റ് ഈസ് 5 ന്യൂട്ടൺ. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്. ഈ യൂണിറ്റ് വെക്ടേഴ്സ് കൊണ്ട് ഈ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതാത് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് കിട്ടും ഫോഴ്സ്, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. ചുരുക്കത്തിൽ ഫോഴ്സ് ഇൻ വെക്ടർ ഫോം എഫ് ഈക്വൽസ് എഫ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് എഫ് വൈ ജെ ക്യാപ്പ്. ഇപ്പം 10 ന്യൂട്ടൻ്റെ കേസ് നമ്മൾ എഫ് എക്സ് എഫ് ഐയും കണ്ടുപിടിച്ച് വെച്ചു, അതിൻ്റെ കൂടെ ഐയും ജെയും ചേർത്താൽ മതി. ഇപ്പോൾ 5√3 ഐ പ്ലസ് 5 ജെ, അത്രയും ന്യൂട്ടൺ. ഇതാണ് ഈ 10 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം. Another one. A car moves along a circular level curve. What is the highest velocity with which the car can move? ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഒന്നുമില്ല, ചരിച്ചിട്ടിട്ടില്ല, ഹൊറിസോണ്ടലായിട്ടാണ് കർവ്. അപ്പോൾ ഫ്രിക്ഷനാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരുക്കേണ്ടത്. ചുരുക്കത്തിൽ ഇവിടുത്തെ പ്രിൻസിപ്പിൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് must be equal to friction. Centripetal force എന്ന് പറഞ്ഞാൽ mv²/r, where r is radius of curvature of the curve, v is the velocity of the car. That should be equal to friction is μs into mg. m വെട്ടിപ്പോവും, പോയിട്ട് v² equals μs rg, or v equals not v², I'm sorry, this is v equals സ്ക്വയറിൽ ഇവിടെ v ഈക്വൽസ് √of μs r. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, റേഡിയസ് ഓഫ് കർവേച്ചർ g, v ഈക്വൽസ് √of μs r g. ഇതാണ് ഇതിന് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പീഡിൽ കാറിന് മാക്സിമം ആ കർവ് തിരിയാൻ പറ്റും. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.